ഇത് നമ്മളൊരു പൊട്ടറ്റോയുടെ ഒരു കറി ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തിക്കും ബ്രെഡിനും ഒക്കെ കഴിക്കാൻ പറ്റിയത്. അത് പൊറോട്ടയ്ക്കും നല്ലതാണ്. പൊട്ടറ്റോയെ ഗ്രീൻ പീസ് ഫ്രോസൺ ആയിരുന്നു. പിന്നെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില ഇടാൻ മറക്കല്ല. അതിൻ്റെയാണ് പ്രത്യേക സ്വാദ്. ഫ്രോസൺ ആണെങ്കിൽ വെള്ളത്തിലിട്ടൊന്ന് തണുപ്പ് മാറ്റിയ ശേഷം ഇടാവും, അല്ലെങ്കിൽ വേഗം സമയം പിടിക്കും. ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ നികക്ക വെള്ളം. കാരണം ഇത് പിന്നീട് കൊഴുക്കും. പലവട്ടവും നമ്മൾ അല്ലെങ്കിൽ കൊഴുത്ത് നിങ്ങൾക്ക് കുഴഞ്ഞ തരപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിക്കാതെ വേണമെങ്കിലും ഇടാം. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഇതെനിക്ക് സ്റ്റ്യൂ ആയിട്ട് ഒരു ഇച്ചിരി സൂപ്പി ടൈപ്പ് വേണം, കുറച്ച് നന്നായിട്ട് വെള്ള ടൈപ്പ് വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബ്രെഡിൻ്റെ കൂടെ പാവിൻ്റെ കൂടെയൊക്കെ ഇവിടെ മറച്ചുള്ളൊരു പാവുണ്ട്, അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പം ചപ്പാത്തിയുടെ കൂടെ ഉണ്ടാക്കാം. ഞാൻ 2 വിസിലാണ് വിചാരിച്ചത്. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ 3 വിസിലടിച്ചു. 4 വിസിലടിച്ചു. അത് വെന്തില്ലായിരുന്നു. തേങ്ങയും 1 ഗ്രാമ്പു, 2-3 ഏലക്ക, 3-4 കുരുമുളക്, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഓൾറെഡി ചേർത്താണല്ലോ. വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുത്തു. എന്നിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നൊരു വെള്ളമാണില്ല, അത് വെള്ളമല്ല. അത് ഒഴിച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതൊന്ന് കുറുകും. പൊട്ടറ്റോ അല്ലേ, കുറുകും നോക്കിക്കോണേ. ഇപ്പം അതിനുവേണ്ടി നമ്മൾ വറവിടാനായിട്ട് എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ, നല്ലതായിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും പിന്നെ ഉള്ളിയും കരിവേപ്പിലയും. ഇതാണ് വറവാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് ഇതാണെങ്കിൽ വറവാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഗരം മസാല ഇട്ടോ, ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഇത് അങ്ങോട്ട് വറവിട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ്. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇത് രാവിലെ പെട്ടെന്ന് വല്ല അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ലതായിരിക്കും ഇത്. അപ്പം, ഇടിയപ്പം, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ ട്രൈ